നാച്ചുറൽ പ്രസവം എന്ന് പറയുന്നത് അതിനുവേണ്ടി പണ്ട് തൊട്ട് നമ്മൾ കേൾക്കുന്നതാണ്. നമ്മൾ ഫിസിക്കൽ ആക്ടിവിറ്റീസ് ചെയ്യുക, മിറ്റം അടിക്കുക, സ്റ്റെപ്പ് കയറുക. ഞാൻ കുറെ സ്റ്റെപ്പ് കയറിയിട്ടുണ്ട് കേട്ടോ. കൊച്ചിന്റെ തല തിരിഞ്ഞിട്ടില്ലായിരുന്നു, തല മുകളിലായിരുന്നു, വെറുതെ സ്റ്റെപ്പൊക്കെ കയറി. പിന്നെ ലാസ്റ്റ് സ്കാനൊക്കെ ആയപ്പോഴാണ് പറഞ്ഞത് കൊച്ചു തിരിയുന്നില്ല, സി സെക്ഷൻ. ഞാൻ കയറിയ സ്റ്റെപ്പുകൾ ഞാൻ ഇപ്പോഴും ആലോചിക്കും. അപ്പം ഇങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ പറയും. നമ്മളിതൊക്കെ ചെയ്തതുകൊണ്ട് നമുക്ക് നാച്ചുറൽ ആയിട്ടുള്ള ഒരു പ്രഗ്നൻസി നോർമൽ വരും എന്ന് ഉറപ്പുണ്ടോ? ബി ആക്റ്റീവ് എന്ന് പറയുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ മദറിന്റെ ഹെൽത്തിന് വേണ്ടിയിട്ടാണ് പറയുന്നത്. അവരുടെ മെറ്റബോളിസം നല്ലതാണെങ്കിൽ അവർക്കൊരു ഹെൽത്തി ഡെലിവറി ഉണ്ടാകും. പിന്നെ ഇപ്പോൾ പറയുന്ന പോലെ ഒരാൾക്ക് നാച്ചുറൽ ബർത്തിങ് ചെയ്യണമെങ്കിൽ നമ്മൾ ഈ നടക്കുന്നതിൻ്റെ അല്ലെങ്കിൽ പറഞ്ഞ മുറ്റടിക്കുന്നതിൻ്റെ മെയിൻ പർപ്പസ് നമ്മുടെ പെൽവിക് ഗേർഡിൽ അല്ലെങ്കിൽ നമ്മുടെ കുട്ടി ഇറങ്ങി വരേണ്ട ആ ഒരു ക്യാവിറ്റി എന്ന് പറയുന്നത് ഭയങ്കര ടൈറ്റ് ആയിട്ടായിരിക്കും ഇരിക്കും. അതിനെ ലൂസ് നമുക്ക് ഈ പ്രഗ്നന്റ് ആകുമ്പോൾ നമ്മൾ കുറച്ച് ഡ്രൈ ആവും, മോയ്സ്ചർ ബോഡിയിൽ നിന്ന് കുറച്ച് കുറയും. അപ്പോൾ നമുക്ക് ഈ ജോയിൻസ് ഭയങ്കര ഫിക്സ്ഡ് ആയിരിക്കും. അപ്പോൾ ഈ നാച്ചുറൽ ബർത്തിങ് ചിലപ്പോൾ ഒരു ഒബ്സ്ട്രക്റ്റഡ് ഡെലിവറി ആയിരിക്കും. അല്ലെങ്കിൽ കുറേ പേര് ഞാൻ കാണുന്ന ഫുൾ ടൈം കിടക്കുക അല്ലെങ്കിൽ ഒരു സെഡൻറ്ററി ലൈഫ് ആയിട്ടുള്ള ഒരു നോർമൽ ചെയ്താൽ പോലും ഈവൻ ടയർ ഉണ്ടാവുന്നുണ്ട്, ഒരു വെജൈനയുടെ അവിടെ നിന്ന് ഏനസിലേക്ക് ടയർ ഉണ്ടാവുന്നു, അല്ലെങ്കിൽ കുട്ടി ഭയങ്കര ഒബ്സ്ട്രക്റ്റഡ് ആയിട്ട് വരുന്നു, ഫോഴ്സപ്സ് ഇട്ട് എടുക്കുന്നു. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ അവർ ആക്റ്റീവ് ആയിട്ടിരിക്കേണ്ടത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. സോ മേ ബി ലൈറ്റ് യോഗ എക്സസൈസസ് ഒക്കെ അവർക്ക് മേ ബി ചെയ്യാം. അത് നമ്മൾ പറയുന്ന ആ പെൽവിക് ഏരിയ ഒന്നും ലൂസ് ആവാനായിട്ടുള്ളതാണ്. മേ ബി അവർക്ക് ഇരുന്നുകൊണ്ട് തന്നെ പല യോഗ പോസ്റ്റേഴ്സ് ഉണ്ട്, നമുക്ക് ഇരുന്നുകൊണ്ട് തന്നെ പെൽവിസിനെ കുറച്ച് വികസിപ്പിക്കാനായിട്ടും. അതേപോലെ നമ്മളൊരു കീഗൾ എക്സസൈസ് എന്ന് പറയുന്നത് പെൽവിക് ഫ്ലോർ മസിൽസ് എന്ന് പറയും. അതായത് കുഞ്ഞ് വരുന്ന ആ സ്ഥലത്തെ മസിൽസ് ടൈറ്റ് ആയിട്ടിരുന്ന അതൊക്കെ ഒബ്സ്ട്രക്ഷൻ ആയിരിക്കും. അത് കുഞ്ഞിനും അമ്മയ്ക്കും കുറച്ചുകൂടെ ലേബർ കുറച്ചുകൂടെ ഡ്യൂറേഷൻ ആയിരിക്കും. അതുകൊണ്ട് ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകളുണ്ടാവും. സോ അത് ഒഴിവാക്കാൻ നമുക്ക് എപ്പോഴും പ്രഗ്നൻസിയിൽ ആക്റ്റീവായിട്ടിരിക്കുക, മസിൽസ് ലൂസ് ആക്കുക, അവിടെ വേണമെങ്കിൽ സിറ്റ്സ് ബാത്ത് ഒക്കെ ഇടയ്ക്ക് ചെയ്ത് കൊടുക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും. പിന്നെ നമ്മൾ ചെയ്യുന്നത് ഈ പറയുന്ന പോലെ വെജൈനൽ മസാജസ് ഉണ്ട്. അതായത് ഞങ്ങൾ ആയുർവേദ രീതിയിലാണെങ്കിൽ യോനി പിച്ചു എന്ന് പറയും. നമ്മളൊരു കോട്ടൺ വിക്ക് ധന്വന്തരം ഓയിലിൽ വെച്ചിട്ട് നമ്മൾ വെജൈനയുടെ അകത്തോട്ട് വയ്ക്കും. അപ്പം നമ്മുടെ ആ സർവിക്സ് അല്ലെങ്കിൽ ആ ഒരു ഏരിയ ചെറുതായിട്ട് ലൂസ് ആവും. അത് കഴിഞ്ഞ് നമ്മളൊരു യു ഷേപ്പിൽ ഡോക്ടേഴ്സ് തന്നെ അതൊരു യു ഷേപ്പിൽ ലൂസൻ ആക്കും. ഞങ്ങൾ പല വാട്ടർ ബർത്തിങ് സെൻറ്റേഴ്സ്, നാച്ചുറൽ ബർത്തിങ് സെൻറ്റേഴ്സിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ ഞങ്ങൾ ചെയ്യുന്ന ഈ വെജൈനൽ മസാജസ് ആണ്. അപ്പോൾ അവിടെ കുറച്ച് ലൂസ് ആകുമ്പോൾ ഇവരുടെ ലേബർ ടൈം കുറച്ച് കുറയും. അതുപോലെ നമുക്ക് ഒത്തിരി കേസസ് ഉണ്ട്. ഈവൻ ഒരു എപ്പിസോട്ടമി സ്റ്റിച്ച് ഇല്ലാത്ത കുറേ പേര്, അതേപോലെ ലേബർ ചെറിയ ടൈമിൽ, അതായത് നമ്മളിപ്പോൾ 10-12 hours ഒക്കെ പറയുന്നവർക്ക് വളരെ മിനിമൽ ടൈമിനുള്ളിൽ വലിയ കാരണം ഈ പ്രഷർ വരുന്ന സമയത്ത് ഉണ്ടാകുന്ന കുറച്ച് കോംപ്ലിക്കേഷൻ, കുറേ പ്രഷർ കൊടുക്കുമ്പോൾ യൂട്രസ് പ്രൊലാപ്സ് ആവുക, അതേപോലെ നമുക്ക് പൈൽസ് ഉണ്ടാവുക, കാലിൽ വെരിക്കോസ് വെയിൻ ഉണ്ടാവുക. അപ്പോൾ ഇതൊക്കെ കുറേ നമുക്ക് ഈ ഒബ്സ്ട്രക്റ്റഡ് ലേബറിനെ ഒഴിവാക്കാൻ പ്രഗ്നൻസി കെയർ അല്ലെങ്കിൽ പ്രഗ്നൻസി മസാജ് വളരെയധികം ഹെൽപ്പ് ചെയ്യും. ഞാൻ ആദ്യമായിട്ടാണ് ഈ പ്രഗ്നൻസി മസാജ് എന്ന് പറയുന്നത് ചെയ്യുന്നത്. സോ എന്താണ് ശരിക്കും അത്? ലൈക്ക് ഡോക്ടർ ഇപ്പോൾ പറഞ്ഞു, പക്ഷേ എനിക്കത് ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നതിൻ്റെ ആയിരിക്കാം. സോ അത് നിങ്ങൾ സെൻട്രി ചെയ്യുന്ന ഒരു കാര്യമാണ്. അതെ ഞങ്ങൾ ഏറ്റവും കൂടുതൽ ചെയ്യുന്ന പ്രഗ്നൻസി മസാജസ് ആണ് റാദർ ദാൻ പോസ്റ്റ്മോർട്ടം കെയർ. കാരണം നമ്മൾ ഈ എല്ലാം പ്രസവം കഴിഞ്ഞ് വരിക എന്ന് പറയുന്നത് ഇറ്റ്സ് ഒരു മിത്ത് പോലെയാണ് ചെയ്ത പ്രസവരക്ഷ എടുക്കണം എന്നുള്ളത്. ബട്ട് എന്തിനെടുക്കണം, എപ്പോൾ തൊട്ട് എടുക്കണം എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ എപ്പോഴും പറയുന്നത് 20 weeks കഴിയുമ്പോൾ ഇവരെ സ്കാനിങ് കഴിയുമ്പോൾ, ബിക്കോസ് ഇന്ന് നമ്മുടെ ടെക്നോളജി അത്ര അഡ്വാൻസ്ഡ് ആണ്, നമുക്ക് അറിയാൻ പറ്റും അവർ അനാറ്റമിക്കലി ഓക്കെ ആണോ, ബേബി ഓക്കെ ആണോ. ഇപ്പോൾ എന്തെങ്കിലും എനിക്ക് പറഞ്ഞ പോലെ റിപ്പീറ്റഡ് അബോർഷൻസ്, അതേപോലെ സെർവിക്സിന് ഭയങ്കര കട്ടി കുറവുള്ളവരെ ഒന്നും നമ്മൾ എടുക്കില്ല. വി സ്ക്രീൻ ഇറ്റ് ഫസ്റ്റ്. അവർക്ക് എടുക്കാൻ പറ്റും. അങ്ങനെ ഇല്ലാത്തവരെ നമ്മൾ ഇരുത്തി ചെറിയ ചൂടുവെള്ളത്തിൽ കുളിപ്പിക്കുക, അങ്ങനെ അവരുടെ ബുദ്ധിമുട്ടുകളൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാറ്റി കൊടുക്കുക. അല്ലാത്ത കണ്ടീഷൻ നമ്മൾ എടുക്കാൻ പാടില്ല.